Hi all, welcome back to another long video from the Nettos. This is last Thursday morning. രാവിലെ എണീറ്റ് നിലൂന് ഇത്തിരി അമൃതവും കൊടുത്ത് വീണ്ടും കിടത്തി ഉറക്കിയിട്ട് ഞാൻ നേരത്തെ കിച്ചണിലേക്ക് വന്നു. എപ്പോഴത്തെയും പോലെ തന്നെ ഒരു ഗ്ലാസ് നിറച്ച് അരിയെടുത്ത് കഴുകി കുക്കറിലാക്കി ഗ്യാസിലേക്ക് വെക്കുന്നുണ്ട് ചോറ് വെക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുക്കു സാറിന് ഇന്ന് ലഞ്ചിന് കൊടുത്തു വിടാനായിട്ടുള്ള 2 കാടമുട്ടയും കൂടെ ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് 10 മണിയാകുമ്പോഴത്തേക്ക് അംഗൻവാടിയിൽ പോകണം. നിലൂന് ഇന്ന് വൈറ്റമിൻ എ കൊടുക്കാനായിട്ട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് സ്കൂളിലേക്ക് ഇറങ്ങുന്നത് ഒരു 9-10 ഇടയ്ക്കാണ്. ആ ഒരു സമയത്ത് അവൻ എന്തായാലും എണീക്കത്തില്ല. പിന്നെ അമ്മ വന്ന് അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ റെഡിയാക്കി ആലൻ്റെ ഒപ്പം സ്കൂളിലേക്ക് അയക്കും. അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി വൈറ്റമിൻ എ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ മൺകലത്തിൽ രസമാണ്. അമ്മേനെ കൊണ്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ രസം ഉണ്ടാക്കിച്ച് വെച്ചിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന രസത്തിനേക്കാളും നല്ല രസമാണ് അമ്മ ഉണ്ടാക്കുന്ന രസത്തിന്. അതുകൊണ്ട് അമ്മ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ തന്നെ ഞാൻ രസം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ എടുത്തു വെച്ചതാണ്. അമ്മേനെ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കാണിക്കാമെന്ന് കരുതി. രസം ഉണ്ടാക്കാനായിട്ട് നിന്ന ആൾ സകല കുപ്പിയും പാട്ടയും എവിടെയാണെന്നൊക്കെ മറന്നുപോയി. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് 2 ആഴ്ച പോലും അതിൽ എല്ലാം മറന്നുപോയിന്ന്. ഞാൻ സ്റ്റക്കായി നിന്നത് ഇതുങ്ങളൊന്നും കാണാതെ ഞങ്ങൾ 2 ബിസ്ക്കറ്റ് തിന്നാന്ന് കരുതി നിന്നതാണ്. പക്ഷേ എല്ലാവരും വരിയായിട്ട് എത്തി. രസം ഉണ്ടാക്കി എൻ്റെ വെളിച്ചെണ്ണയൊക്കെ തീർന്നു പോയിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ റീഫിൽ ചെയ്ത് വെച്ചു. ഈ കവർ ഇങ്ങനെ താഴ്ത്തി ഇവിടെ കുറച്ച് നേരം വെച്ചില്ലെങ്കിൽ എനിക്ക് വഴക്ക് കിട്ടും. അതുകൊണ്ടത് അങ്ങനെ വെച്ചു. അടിപൊളി. അമൃതം കുറുക്കിയത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ABCD ആണ് കേട്ടത്. അവിടെ വരെ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇനി പഠിപ്പിക്കണം. ഇപ്പോൾ അവനെ ഞാൻ ഉറക്കുന്നത് ഈ ഒരു പാട്ട് പാടിയാണ്. അത് നല്ല ഐഡിയ ആണ്. ഉറങ്ങുന്നതിന് മുമ്പ് കേൾക്കുന്നതൊക്കെ പിള്ളേർ ഓർത്തിരിക്കും. അപ്പോൾ ഇത് കേട്ട് ഉറങ്ങി അവനിപ്പം ഒരു 3 ദിവസം കൊണ്ടാണ് ഇത്രയും പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നിലേക്ക് വരാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. അമ്മ ഇന്നലെ കുറച്ച് തേങ്ങയൊക്കെ തിരികെ തന്നിട്ടാണ് പോയേക്കുന്നത്. ഞാനപ്പോൾ ഒരു വലിയ ഗ്ലാസ് ബൗളെടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് വെള്ളമൊക്കെ ചേർത്ത് നനച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കി തേങ്ങ നമുക്ക് കുമ്പിള് പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടാനായിട്ട് വേണം, ചില്ലിന് മീതെ ഇടാനായിട്ട് വേണം. പിന്നെ പുട്ടിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് ഞാൻ ബോധർ ചെയ്യാറില്ല. ഇപ്പോൾ അലനില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഞാൻ ഇരുന്ന് ഏത്തപ്പഴം കുറച്ചെടുത്തു. ചക്കപ്പുട്ട് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് നിങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇനി ചക്ക കിട്ടട്ടെ കേട്ടോ. ആ ചക്ക ഫുള്ള് തീർന്നു. ലൂയിസ് തിന്ന് തീർത്തു. അവന് കൂഴച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് പുട്ട് പുഴുങ്ങാം. നല്ല പഴുത്ത ഏത്തയ്ക്ക തേങ്ങയുടെ മുകളിൽ ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുത്തിട്ട് അതിന് മീതെ പുട്ടുപൊടിയും വെച്ച് വീണ്ടും കുറച്ച് തേങ്ങയും ഏത്തപ്പഴവും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ അങ്ങ് പുട്ടുണ്ടാക്കിയെടുക്കാം. അതാകുമ്പോൾ കറിയൊന്നും വേണ്ട. കുറച്ച് പഞ്ചസാര ഇട്ട് കുഴച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാം. നീലു കണ്ണു തുറന്ന് എണീക്കുന്നതേ പാലെന്നും പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അമൃതമെന്നും പറഞ്ഞ്. അപ്പോൾ അമ്മ രാവിലെ അവന് ബ്രേക്ക്ഫാസ്റ്റ് അവന് എണീറ്റ് ഉറക്കച്ചടവിൽ കഴിക്കാനൊക്കെ ഇത്തിരി പാടില്ലേന്ന് ഓർത്തിട്ട് അമ്മ ഇങ്ങോട്ട് എത്തി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ മിക്കപ്പോഴും 2 സ്പൂൺ അമൃതം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയാണ് അവന് കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു 10-11 മണിക്കാണ് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നിപ്പോൾ അംഗൻവാടി പോകുന്നത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ നേരത്തെ കൊടുക്കുമായിരിക്കും. ഞാൻ പുട്ട് നമ്മൾ അരി വെച്ചതിൻ്റെ മേലെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ആദ്യം അതിൻ്റെ അകത്തുനിന്ന് മേളിലത്തെ വിസിലെടുത്ത് മാറ്റിയിട്ട് പുട്ട് വെച്ച് പുട്ടൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിസിൽ വെച്ചിട്ട് ഒരു തവണ പ്രഷർ കളഞ്ഞൊക്കെ പുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ 2 പാത്രത്തിൽ ഒന്നിൽ എനിക്ക് ചിക്കൻ പൊരിക്കാനാണ്, ഒന്നിൽ കുറച്ച് അച്ചിങ്ങ മെഴുക്ക് പുരട്ടാനായിട്ട് ഞാൻ ഇന്നലെ അരിഞ്ഞ് അതിന് വേണ്ടുന്ന ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ടപ്പേന്ന് തട്ടിയിട്ടാൽ മതി. എനിക്കുണ്ടല്ലോ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ 3 അടുപ്പും അങ്ങ് കത്തിച്ച് ഓരോന്നും അങ്ങ് നിരത്തി വെച്ച് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അതിന് പാകത്തിന് ഞാൻ തലേന്ന് റെഡിയാക്കി വെക്കും. എന്തെങ്കിലും ചിലപ്പോഴൊക്കെ ചെയ്യാത്ത സമയത്തും വേറെ എന്തെങ്കിലും ഗ്യാസിലേക്ക് വെച്ചിട്ടായിരിക്കും അതിനുള്ള അരിയാനോ പിടിക്കാനോ ഒക്കെ ഞാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ രാത്രി കിടക്കുമ്പോഴേ ഇങ്ങനെ പ്ലാൻ ചെയ്യും കേട്ടോ. ഇങ്ങനെ വലിയ എന്തോ സംഭവങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ ആലോചിച്ച് കിടക്കും. രാവിലെ കുക്കർ ഇവിടെ വെക്കണം, അത് കഴിഞ്ഞ് ഈ 2 സാധനങ്ങൾ അപ്പുറത്ത് വെക്കണം, അങ്ങനെയൊക്കെ. മെഴുക്ക് പുരട്ടിക്കായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും സവാളയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പുറത്ത് ചിക്കൻ പൊരിക്കാനുള്ളതും വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ കുമ്പിള് പുട്ട് റെഡിയായി. ഇനി അടുത്ത പുട്ടും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എനിക്കും അവനുമായിട്ട് ഞാൻ ഓരോ കുമ്പിളേ ഉണ്ടാക്കുന്നുള്ളൂ. എടുത്ത മാവ് കറക്റ്റായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അധികം അമർത്തിയൊന്നും വെക്കേണ്ടി വന്നില്ല. പുട്ടുണ്ടാക്കുമ്പോൾ മാവ് ബാക്കിയുണ്ടെന്നും പറഞ്ഞ് നിങ്ങളത് അമർത്തി അങ്ങനെ അങ്ങ് വെക്കരുത് കേട്ടോ. അത് പൊട്ടിത്തെറിക്കും. കുക്കറും പൊട്ടിത്തെറിക്കും, ആ സാധനവും പൊട്ടിത്തെറിക്കും. പ്രഷറിന് മേളിലോട്ട് പോകാൻ പറ്റാതെ വരുമ്പോഴാണ് അങ്ങനെയുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത്. പ്രഷറിന് സ്മൂത്തായിട്ട് മേലെ വരാനായിട്ട് പുട്ടിൻ്റെ മാവൊക്കെ വെക്കുമ്പോൾ കൈവച്ച് അമർത്താതെ നൈസായിട്ട് വെക്കുക കുക്കറിലാണെങ്കിൽ. ഇനിയിപ്പോൾ പുട്ടുകുടത്തിലാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കും. പുട്ട് വേവത്തില്ല, കുടത്തിൻ്റെ താഴെ കൂടെ ആവി പോകുന്നത് കാണാം. അപ്പോൾ സവാളയൊക്കെ വഴന്നു വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞ അച്ചിങ്ങ തട്ടിയിട്ടു. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി ഉപ്പും വെള്ളം കുടിക്കണ ഗ്ലാസ്സിൽ ഒരു ഇത്തിരി വെള്ളം അതൊന്ന് വേവാനായിട്ട് അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് ഇനിയൊരു 5 to 6 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡി.
ഞാൻ ഈ ടാഗ് ചെയ്യുന്ന പ്രോഡക്റ്റ്സിൽ നിങ്ങൾ എന്തൊക്കെ മേടിച്ചു എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഷ് ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പല സൈസും ഉണ്ട് കേട്ടോ, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയുടെ ആവശ്യത്തിനനുസരിച്ച് മേടിക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലിങ്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇത്രയും പരിപാടികൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചത്. ചിക്കൻ ഒന്ന് മറിച്ചും തിരിച്ചു നോക്കിയിട്ടു. കഴുകാനുള്ള കുറച്ച് പാത്രങ്ങൾ സിങ്കിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. നമ്മുടെ ടപ്പോവെയറും ഡബ്ബയും അതിൻ്റെ ലിഡും ഒക്കെയാണ്. പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വിശ്വവിഖ്യാതമായ ചോപ്പിംഗ് ബോർഡിൻ്റെ കഥയും കൂടെ ഞാൻ പറഞ്ഞു തരാം. ആ മതിലിൽ തൂക്കിയിരിക്കുന്ന ചോപ്പിംഗ് ബോർഡ്, അതിൻ്റെ മീതെ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ ഒട്ടിച്ച വാൾപേപ്പറിൻ്റെ ബാക്കിയാണ്. ആ സാധനം ഉണ്ടല്ലോ, നല്ല അടിപൊളി സാധനമായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. ചേച്ചി ദുബായിൽ നിന്ന് വന്നപ്പോഴത്തേക്ക്, അവിടെ നിന്ന് ഇവിടെ സെറ്റിലായി വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയ ഒരു സംഭവമായിരുന്നു അത്. ഞാനൊരു തവണ അതിൻ്റെ മീതെ ഷാർജ ഉണ്ടാക്കാനായിട്ട് പാൽ കവർ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇടിക്കല്ലുണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്നത്, അതിൻ്റെ കുഴവി വെച്ച് പാലിൻ്റെ പാക്കറ്റ് നല്ല ഫ്രീസായിട്ടിരിക്കുമായിരുന്നു. അതൊന്ന് പൊട്ടി വരാനായിട്ട് ഒരൊറ്റ അടി. പാല് പൊട്ടിയില്ല, പകരം ചോപ്പിംഗ് ബോർഡ് നടുക്കുന്ന് പൊട്ടി. ഇങ്ങനെ വിട്ട് വന്നില്ല എന്നേ ഉള്ളൂ. ആ ഒരു നമ്മൾ ഈ കട്ട് ചെയ്യുന്ന അത്രയും സ്പേസ് അങ്ങ് പൊട്ടി. അപ്പോൾ അത് എനിക്കത് കളയാനും തോന്നുന്നില്ല. അപ്പോൾ ഞാനൊരു ഷോ പീസായിട്ട് അത് വെക്കാമെന്നും കരുതിയിട്ട് അതങ്ങോട്ട് ചേർത്ത് ഒട്ടിച്ച് അതിന് മുകളിൽ ഈ വാൾപേപ്പറും സെറ്റ് ചെയ്താണ് അതാ മതിലിൽ തൂക്കിയേക്കുന്നത്. അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുത്ത് തപ്പിയിട്ട് പോലും അങ്ങനെ ഒരു സാധനം ഓൺലൈനിൽ കിട്ടാത്തത്. രണ്ടാമത്തെ കുമ്പിൾ പുട്ട് മാറ്റിയപ്പോഴത്തേക്ക് തന്നെ ഞാൻ ആ വെയിറ്റ്, നേരത്തെ ഞാൻ വിസിലെന്നാണ് കേട്ടോ പറഞ്ഞത്, വെയിറ്റ് അതെടുത്ത് കുക്കറിന് മീതെ വെച്ചിരുന്നു. ഈ ഒരു വിസിലോട് കൂടി നമ്മുടെ ചോറും റെഡിയായി. ഇത് കാപ്പിയുടെ പാക്കറ്റില്ലേ, അല്ല കാപ്പിപ്പൊടിയുടെ പാക്കറ്റില്ലേ, അതിൽ കുറച്ച് ദിവസമായിട്ട് ഒരു പാക്കറ്റ് അങ്ങനെ ഇരുന്ന് കട്ടയായിട്ടിരിക്കുന്നു. ഞാനങ്ങനെ വിടത്തില്ലല്ലോ, കാപ്പിപ്പൊടിയും തേയിലയൊക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ആ ചെറിയ കത്തിയും കൊണ്ട് ആ ഒരു കട്ടിയായ ഒരു പീസ്, ഒരു മിഠായി പോലെ ഇരുന്നു, പഴയ എക്ലേസ് മിഠായിയൊക്കെ കട്ടി പിടിക്കത്തില്ലേ, അതുപോലെ ഇരുന്നു. അത് ചുരണ്ടി എൻ്റെ കാപ്പി കപ്പിലോട്ടിട്ട് പഞ്ചസാരയിട്ട് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതിലേക്കും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു. അതിനി ഉരുകിയൊക്കെ വരാനായിട്ട്, അതായത് ആ കാപ്പിയുടെ പീസ്, കാപ്പിപ്പൊടിയുടെ പീസ് ഉരുകി വരാൻ ഇത്രയും സമയമെടുക്കും. ആ ഒരു ടൈമിലേക്ക് ഇവിടെ ഗ്യാസിൽ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഒതുങ്ങി നമുക്ക് പിള്ളേർക്കുള്ള പാല് വയ്ക്കാം. പാലെടുക്കുന്നതിൻ്റെ അത്രയും അളവിൽ തന്നെ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുന്ന ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണിത്. ഒരു ഗ്ലാസ് പാലെടുത്താൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും. അതിപ്പോൾ ചായക്കാണെങ്കിലും പിള്ളേർക്കുള്ള പാലാണെങ്കിലും അതെ. അങ്ങനെ ആ ഒരു പ്രൊപ്പോർഷനിൽ ഞാൻ പാലൊക്കെ വെച്ചിട്ടുണ്ട്. ബോട്ടിലും സ്റ്റെറിലൈസ് ചെയ്തു. ഇനി കാപ്പി ഒന്ന് സെറ്റായി വരാൻ ഇത്തിരി സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേലെ പോയി കടലൊക്കെ കണ്ട് കാപ്പി കുടിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, 2-3 ആഴ്ച മുന്നേ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ചാനൽ കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് തോന്നാറുള്ളത്, കടൽ കാണുന്നതുകൊണ്ടാവാം എന്നൊക്കെ പറഞ്ഞ്. നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടെങ്കിൽ ദയവ് ഇത് വീഡിയോ കാണരുത്. എനിക്ക് ഈ കടൽ അത്ര നെഗറ്റിവിറ്റി ഉള്ള സംഭവമൊന്നുമല്ല. ഞങ്ങളുടെ ഇവിടെ ഉണ്ടല്ലോ, ഇതൊരു തീരദേശ ഗ്രാമമാണ്. ഇവിടെ ഒത്തിരി പേര് ഈ കടലിൽ പോയിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെയൊക്കെ അപ്പൂപ്പനും ഈ ആലൻ്റെ ഗ്രാൻഡ് പേരൻസും എല്ലാവരും കടലിൽ പോയി പണി ചെയ്ത്, ലിലിയംച്ചിയൊക്കെ വലയൊക്കെ കെട്ടിയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഈ വീടും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നെഗറ്റീവ് സംഭവമായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നത്തില്ല. അങ്ങനെയുള്ള കമൻസ് ഞാൻ അപ്പോഴേ എടുത്ത് കളയും. അങ്ങനെയുള്ളവർ ചാനൽ കാണണമെന്നുമില്ല. നമ്മുടെ ചോറ് റെഡിയായി. അത് ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ട് ഇനി ഈ സൈഡിൽ കിടക്കുന്ന ആറ്റമ്പും എണീക്കാതെ ഇപ്പുറത്ത് കിടക്കുന്ന ആളെ മാത്രം വിളിക്കണം. തട്ടി ഉണർത്തിയപ്പോൾ തന്നെ ആദ്യത്തെ ഞെളിപിരി കൊള്ളലിൽ നിലു എണീറ്റു. ചെറുതായിട്ടൊന്ന് അനക്കമൊക്കെ വെച്ച് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വന്നു. പിന്നെ ഞാൻ അങ്ങനെ ഒരു പില്ലുമൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് അടുത്ത ആളുണ്ടെന്ന രീതിയിലൊക്കെ ആക്കി പതുക്കെ വീണ്ടും കിടത്തി ഉറക്കി. കുക്കു തനിയെ ഇനി ബാത്റൂമിലൊക്കെ പോയി ബ്രഷ് ചെയ്ത് റെഡിയായി നിന്നോളും. നമുക്ക് കാപ്പി കുടിക്കാം. നമ്മളൊരു താഴ്വരയിലാണ് താമസിക്കുന്നതെങ്കിൽ ആ കാണുന്ന മലയും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ കടൽക്ഷോഭവും. എവിടെ താമസിച്ചാലും അതിൻ്റേതായിട്ടുള്ള ഓരോ ത്രെഡ്സ് നമുക്ക് ഉണ്ടാവും. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഐ കൺസിഡർ മൈസെൽഫ് ബ്ലെസ്ഡ്. ഇങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു വീട്ടിൽ താമസിക്കാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്. കുക്കു സാറിനുള്ള ചോറും അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും 2 പീസ് ചിക്കൻ പൊരിച്ചതും, അത് കാരണം പാത്രം അടയുന്നില്ലായിരുന്നു. ഒരു പീസ് ചിക്കൻ ഞാനൊന്ന് ചരിച്ച് കിടത്തി. 2 കാടമുട്ടയും പിന്നെ അത് കഴിക്കാനുള്ള സ്പൂണും ഒക്കെ എടുത്ത് വെച്ചു. സ്നാക്സിനായിട്ട് കുറച്ച് ഹൈഡ് ആൻഡ് സീക്ക്, ഒരു ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്, പിന്നെ ഒരു ഓറിയോ.
ലഞ്ചൊക്കെ എടുത്ത് വെക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇനിയിപ്പോൾ അങ്ങനെ ഇരുന്ന് വാരി കഴിക്കാനുള്ള ടൈമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനത് കൈവച്ച് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കുറച്ച് ഷുഗറും ഇട്ട് 2 സ്പൂണും കൂടി ഇട്ട് ഇതുകൊണ്ട് ടേബിളിലേക്ക് വെക്കാൻ പോവുകയാണ്. അതാകുമ്പോൾ റെഡി ആവുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്പൂണങ്ങ് കഴിച്ചാൽ മതിയല്ലോ. കുക്കു ദേ റെഡിയായി. ഞാൻ ആ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ടൈം കൊണ്ട് അവനോട് തന്നെ ലഞ്ചൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ തന്നെ ലഞ്ചൊക്കെ സെറ്റ് ചെയ്ത് കിറ്റിലാക്കി. ആ ടിഫിൻ ബോക്സിൻ്റെ മേലെയല്ലേ ഈ ഒരു സ്നാക്സ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരയും. അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് അല്ല, അത് പ്ലാസ്റ്റിക് ആണ്, ക്ലിയർ ആണല്ലോ. അതിൻ്റെ മേളിൽ ഈ ഉരഞ്ഞ പാടുകൾ വരും. ഞങ്ങൾ മുമ്പ് യൂസ് ചെയ്തിരുന്ന ലഞ്ച് ബോക്സ് അങ്ങനെയായിരുന്നു, സ്ക്രാച്ചസ് വീഴും. അത് വരാണ്ടിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് ലഞ്ച് ടവൽ ലഞ്ച് ബോക്സിൻ്റെയും സ്നാക്സ് ബോക്സിൻ്റെയും ഇടയിൽ വെക്കാനായിട്ട്. അവനത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അവനത് ലഞ്ച് എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ തിരിച്ചു വെച്ചോളും. പിള്ളേർക്കുള്ള പാലൊക്കെ ഒഴിച്ചു വെച്ചു. ഞാൻ റെഡിയാവുന്നതിൻ്റെ ഇടയിൽ പുട്ടും കഴിക്കുന്നുണ്ട്. കുക്കുവും അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് പുട്ട് കുത്തി ഇറക്കുന്നുണ്ട്. ഇത്തിരി മടിയാണ് അവൻ. ഈ ഒരു ടൈമിൽ വിശക്കത്തില്ല, അതാണ് ഏറ്റവും അതാ എനിക്കും അങ്ങനെയാണ്. എണീറ്റ ഉടനെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ നേരത്തെ എണീപ്പിക്കാൻ എനിക്ക് തോന്നത്തുമില്ല. ഇത് വളരെ പോപ്പുലറായ ഒരു ഓൺലൈൻ ചുരിദാറാണ്. ഇതിൻ്റെ ഷോള് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കുണ്ടല്ലോ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് അതിന് ഇറക്കമില്ലാത്ത പോലെ തോന്നും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നീളം കുറവ് തോന്നിക്കും. നെക്ക് ലൈനൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. 2 കൈയുടെ എൻഡിലായിട്ടും ഇങ്ങനെ ലേസ് വർക്ക് ഉണ്ട്. അത് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഏറ്റവും എൻഡിലും അങ്ങനെ തന്നെ ഉണ്ട്. സൈഡ് അധികം ഷേപ്പ് ചെയ്യാതെ ബാക്കിൽ ഞാൻ 2 ടക്കടിച്ച് കൊടുത്തിട്ടുണ്ട്. നിലു അല്ലെങ്കിൽ ഈ ഷോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഷോൾ അങ്ങ് മാറ്റി വെച്ചു. നമ്മളിങ്ങനെയാണ് പോകാൻ പോകുന്നത്. അംഗൻവാടിയിൽ വൈറ്റമിൻ എ കൊടുക്കാൻ നേരത്ത് നമ്മുടെ അമ്മയും കുഞ്ഞും ബുക്കും കൂടെ കൊണ്ടുപോകണം. മഴ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വണ്ടി അങ്ങനെ ഓണാവാറില്ല. വീണ്ടും അത് അങ്ങനെ തന്നെ സംഭവിച്ചു. കിക്കർ അടിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. ഞാനും കുക്കും കൂടി റോഡിൽ ധൃതി പിടിച്ച് ഓടുന്നത് കണ്ടിട്ട് സോണി ചേച്ചി വന്ന് വണ്ടി നിർത്തി. ചേച്ചിയാണ് ഞങ്ങളെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്തത് കേട്ടോ. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞ് ഓടി ഞാനങ്ങ് ക്ലാസ്സിൽ കയറി. തേഴ്സ്ഡേ എനിക്ക് ഫസ്റ്റ് അവർ 4th ഗ്രാമർ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇംഗ്ലീഷ് എടുക്കുന്നത് വേറൊരു ടീച്ചറാണ്. ഗ്രാമർ കോമ്പോസിഷൻ ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ ലെസനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാമർ ടോപ്പിക്സ് എന്തൊക്കെ വരാമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചായിരിക്കും എടുക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഗ്രാമർ ടോപ്പിക്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി നമ്മൾ ഇന്ന് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ആണ് പഠിക്കാൻ അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കറക്റ്റായിട്ട് എൻ്റെ കണ്ണിൽ വീഴും. ഇന്നൊരാൾ ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയാളുടെ പേര് വെച്ചിട്ട് ദിസ് പേഴ്സൺ കെയിം ലേറ്റ്, അതിലെ സബ്ജക്റ്റ് എന്താണ്, പ്രെഡിക്കേറ്റ് എന്താണ്, അങ്ങനെ അവരുടെ ടെക്സ്റ്റിലുള്ളതല്ലാത്ത സെൻറ്റൻസസ് വെച്ചിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് വെച്ചിട്ട് ഞാൻ ആ കോൺസെപ്റ്റ് ആദ്യം അങ്ങ് പഠിപ്പിക്കും. ഇത് അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരുടെ ടെക്സ്റ്റിൽ കുറച്ച് എക്സസൈസസ് ഉണ്ടാവും അവർക്ക് തനിയെ ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ ഇവിടുത്തെ ടോപ്പിക്ക് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് തന്നെയായിരുന്നു. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറച്ച് എക്സസൈസസ് അവരുടെ ടെക്സ്റ്റിലുണ്ടാവുമല്ലോ, അത് ഞാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അതിനുത്തരം ഞാൻ പറയത്തില്ല. പക്ഷേ ഇതുപോലെ അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞ് സംഭവം പഠിപ്പിച്ചെടുക്കും. ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് മണി 10:20 ഞാൻ വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞിരുന്നു 10:30 ആവുമെന്ന്. 2 പേര് എത്തിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇത്തിരി പേടിച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു നിന്നെ ഇന്ന് കുത്താൻ കൊണ്ടുപോകാമെന്ന്. നമ്മുടെ സ്കൂളിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് തന്നെയാണ് അംഗൻവാടി. അങ്ങനെ അലൻ ഞങ്ങളെ അവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ 2 പേരും കൂടെ വൈറ്റമിൻ എ കുടിക്കാനായിട്ട്, 2 പേരുമല്ല അവന് വൈറ്റമിൻ എ കൊടുക്കാനായിട്ട് ഞാൻ അവനെയും കൊണ്ട് പോവുകയാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചില കുട്ടികളാണെങ്കിൽ വെയിറ്റ് നോക്കുന്നതിന് പോലും കരയും. പാവം പിള്ളേരല്ലേ, കുഞ്ഞു പിള്ളേർ. പിന്നെ അംഗൻവാടിയിൽ അവിടെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ കരച്ചിൽ അതിൻ്റെ അകത്ത് വേറെയും ഉണ്ട്. പക്ഷേ ആൾ അനങ്ങിയതൊന്നുമില്ല കേട്ടോ. ഇത്രയും പേര് കരയുന്നത് കൊണ്ടാണോ എന്തോ കയറിയപ്പോൾ തൊട്ടിങ്ങനെ സ്റ്റക്കായിരിക്കുമായിരുന്നു. മരുന്ന് കുടിക്കുന്നില്ലൂ എന്ന് പറഞ്ഞപ്പോൾ വാ തുറന്നു, അതങ്ങ് കുടിച്ചു. പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അലനോട് പറഞ്ഞു എന്നെ വീട്ടിലൊന്ന് കൊണ്ടുപോയേരെ, ഞാൻ ലഞ്ച് എടുത്തിട്ട് അങ്ങ് സ്കൂളിൽ പോകാം. ഇനിയിപ്പോൾ ലഞ്ച് ബ്രേക്കിനും കൂടെ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങണ്ടേ, അതെനിക്ക് വേണ്ടാന്ന് തോന്നി. ഓൾറെഡി ഞാൻ ഇത്ര നേരം ലേറ്റായി, കുറച്ച് നമ്മളവിടെ താമസിച്ചു. അങ്ങനെ ചോറും മെഴുക്ക് പുരട്ടിയും ഇത്തിരി അച്ചാറും ചിക്കൻ കാളി പൊരിച്ചതും ഒരു പാത്രത്തിൽ ഇച്ചിരി രസവും ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ കുക്കുവിൻ്റെ പഴയ ലഞ്ച് കിറ്റിലോട്ട് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇതങ്ങ് കൊണ്ടുപോവാം. ഇനിയിപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞും ക്ലാസ്സസ് ഉണ്ട്. അപ്പം വീണ്ടും ഒരു ബ്രേക്ക് ആവണ്ടല്ലോ, വന്നു പോകണ്ടല്ലോ. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു. അങ്ങനെ ഞാൻ ലഞ്ചൊക്കെ എടുത്തു. ഇനി ഇവർ 2 പേരും കൂടെ തന്നെയാണ് കേട്ടോ എന്നെ തിരിച്ചു കൊണ്ടാക്കുന്നത്. ഞങ്ങളിങ്ങനെ പോയതുകൊണ്ട് തന്നെ അമ്മ ഇന്ന് രാവിലെ അങ്ങ് പിരിവിനായിട്ട് ഇറങ്ങി. എൻ്റെ ഫോണിൽ ചാർജൊക്കെ വീഡിയോ എടുത്തെടുത്ത് തീരാറായി. അതുകൊണ്ട് ചാർജറും കൂടെ എടുത്തിട്ട് ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് പോവാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും ലാസ്റ്റ് പീരീഡ് എനിക്ക് 4th സ്റ്റാൻഡേർഡിലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ ഒരു ലാസ്റ്റ് പീരീഡിൽ ഡ്രില്ലിന് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഡ്രോയിങ് എടുക്കും. ഇന്നിപ്പോൾ അവരെ കൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന ചെറിയൊരു പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ ഡ്രോയിങ് ആണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. ബൈ.